മെന്റേഴ്സിൽ എടുത്തു പറയുകയാണെങ്കിൽ 3 പേരാണല്ലേ. അതിൽ ഫസ്റ്റ് പേഴ്സൺ ലാസിമാണ്. ചിലപ്പോൾ ലാസിമിന് പോലും അറിയണ്ടാവില്ല ലാസിം എൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഹാരിസ്ക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹാരിസ്ക ഫ്രീ ആകുമ്പോൾ, പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഒന്ന് പറയണേ. അവിടെ എന്നെ ഷോക്ക് ചെയ്യിപ്പിച്ച സാധനം എന്താ വെച്ചാൽ, അത്രയും തിരക്കുള്ള ആ മനുഷ്യന് അന്ന് തന്നെ വൈകുന്നേരം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഫസ്റ്റ് മന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് പോലും കംപ്ലീറ്റ് ആവേണ്ടേ ഞാനൊരു ക്ലയൻറ്റിനെ പിച്ച് ചെയ്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഷാൻ എന്ന് പറഞ്ഞുള്ള ഫ്രണ്ട് ഉണ്ട്. ഹായ്, എൻ്റെ പേര് ജന്ന. ഞാൻ ഹാരിസൺ കോളേജ് ബാച്ച് 14 പാസ് ഔട്ടാണ്. ഒരു +2 സയൻസ് എടുത്ത ഒരാൾ എങ്ങനെ മാർക്കറ്റിങ്ങിലെത്തി? രണ്ട് എക്സ്ട്രീം എൻസാണ്. എൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ, സ്കൂളിലൊക്കെ ഒരുപാട് ഓടിപ്പാഞ്ഞ് നടന്ന് എല്ലാ പരിപാടിയിലും തലച്ച് എല്ലാവരോടും കണക്ഷൻ ഉണ്ടാക്കി ടീച്ചേഴ്സിനോടും എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്ത് ഓടിപ്പാഞ്ഞ് നടന്ന ഒരാളാണ്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. +1ഉം +2ഉം അടച്ചു പൂട്ടിയിട്ടിട്ട് പഠിച്ചു. ഏതൊരു പോയിന്റിൽ എനിക്ക് തോന്നി അതിനെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. പിന്നെയും ഒരു ട്രൈയും കൂടെ കൊടുത്തു. ഒരു പോയിന്റ് എത്തി വേർ ഐ അണ്ടർസ്റ്റുഡ് അതല്ലായിരുന്നു എൻ്റെ ഏരിയ. പഠിക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും, പക്ഷേ ദാറ്റ് വാസ് നോട്ട് സംതിങ് വിച്ച് ഐ ലവ്. അങ്ങനെ ഞാനൊരു പുതിയ ബ്രാൻഡുമായിട്ട് വരാൻ തീരുമാനിച്ചു. എൻ്റെ ഫ്രണ്ട് അതിന് ഗോസോ എന്ന് പേരിട്ടു. ഗോസോ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് എന്നൊക്കെ അർത്ഥം വരുന്നത് ഗോസോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഗോസോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, അതേസമയം ഒരു ടച്ചിങ് ആയിട്ടുള്ള പേര്. എന്നാൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോഴാണ് വേറൊരാൾ ട്രാവൽസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അയാളുടെ എക്സ്പെർട്ടൈസും എൻ്റെ എക്സ്പെർട്ടൈസും രണ്ട് സൈഡാണ്. അപ്പോൾ വി തോട്ട് ഓക്കെ, 2 എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് വർക്ക് ആവുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ അതേ വൈബിൾ അതേ കഴിവുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഒരുപോലെ അണ്ടർസ്റ്റാൻഡിങ് വരിക. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഇല്ലാത്ത ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ കോഫൗണ്ടർ ആക്കുമ്പോൾ കുറച്ച് പോസിബിലിറ്റി ഉണ്ട് സാധനങ്ങൾ വർക്കൗട്ട് ആൻ. കുറേ കാര്യങ്ങൾ മാറ്റർ ചെയ്യും, ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റർ ചെയ്യുന്നുള്ള സത്യം. വി സ്റ്റാർട്ടഡ് ഗോസോ. കോളേജ് കഴിഞ്ഞ് എല്ലാവരും PGക്കൊക്കെ പോയ സമയത്ത് ഞാൻ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുക, ഒഫീഷ്യലി കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്ത് സ്റ്റെപ്പ് ഇൻ ചെയ്തു, ഓഫീസ് എടുത്തു. ആ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, റെഫറൻസിൽ നിന്ന് വർക്കും വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് അപ്പോഴും ഗ്രോത്ത് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ഏജൻസീസിൽ പോയി, കുറേ മീറ്റിംഗ്സ് ഇരുന്നു. 1.5 ലക്ഷം 2 ലക്ഷം ബേസിക് റിസർച്ചിന് അത്രയും ഒക്കെ പറയുമ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പാണ്, നമുക്കിതെങ്ങനെ ബിൽഡ് ചെയ്യേണ്ടെന്നൊരു ഗൈഡൻസ് ആണ് ആദ്യം വേണ്ടത്. കുറേയൊക്കെ നമ്മൾ ചെയ്യാം. പക്ഷേ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കരമാണ്, ചില ആൾക്കാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പേടിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഭയങ്കര സ്റ്റക്കായി. 2024 ഞാൻ മാരീഡായ സമയത്ത് എനിക്ക് ലൈഫിലൊരു പ്രൈവസി സോൺ വന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരാൾക്കും എത്ര ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എപ്പോഴും ഭയങ്കര വൈബ്രൻ്റ് ആണെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം നമ്മുടെ ഫ്രണ്ട്സ് ഓക്കെ മാരീഡ് ആയാലല്ലേ കുറച്ച് ടൈം എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നമുക്കൊരു സ്പേസ് വരും. ശരിക്കും ആ ഫേസിങ് ഭയങ്കര ബ്ലാങ്ക്നെസ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിൽ എൻ്റെ തോട്ടിൽ വന്നേ ലെറ്റ് മീ ഡൂ സംതിങ്. അല്ലെങ്കിൽ ഇത്രയും ഏജൻസീസിനൊക്കെ പൈസ കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു ഏരിയയാണ്, എന്തുകൊണ്ട് പഠിച്ചുകൂടാ. അങ്ങനെയാണ് ഹാരിസൺ കോയിൽ കോഴ്സ് എടുക്കാൻ തീരുമാനിക്കുന്നത്. ഇനി പറയുകയാണല്ലേ ഹാരിസൺ കോ ഞാനിങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഹാരിസ്ക സ്റ്റോറീസ് റെവല്യൂഷണറി എന്ന് പറയുന്ന സാധനം നടത്തുന്ന കാലത്ത് മുതൽ ഹാരിസ്ക, സുഹാന, സൂപ്പർ മൊമ്മി, അങ്ങനെ ഇജാസ്ക, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ നോട്ടീസിലുള്ളതാണ്. ഇജാസ്കൊക്കെ എന്നെ ക്ലോസ് ഹ്യൂമനാണ്. അപ്പോൾ ഇവർ ത്രൂ ഹാരിസ്കനെ ഞാൻ അന്നേ അറിയും. നമ്മുടെ സർക്കിളിലൊക്കെ എന്തിനും മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും എനിക്ക് അറിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഹാരിസ്ക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ന്യൂസ് ലെറ്റർ തുടങ്ങി. അതിൽ അന്ന് ഇയാളിതെന്താ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി സബ്സ്ക്രൈബ് ചെയ്ത ആളായിരുന്നു. അത് കഴിഞ്ഞ് ഹാരിസ്ക ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യും. പിന്നെ ഹാരിസ്കൻ്റെ ഓരോ സ്റ്റെപ്സും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഹാരിസൺ കോൻ്റെ ഏജൻസി കൾച്ചറിനെ കുറിച്ച് അന്ന് മുതലേ കേട്ടിട്ടുണ്ട്. ഫഹീം ബറാമി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം അന്ന് മുതൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവരുടെ വൈബും അവർ ഷെയർ ചെയ്യുന്ന സ്പേസ്, ഒരു കുഞ്ഞു സ്പേസിൽ കുറച്ച് മനുഷ്യന്മാർ ഭയങ്കര അടിപൊളിയായിട്ട് സിങ്കായിട്ട് പോകുന്നത് കണ്ടിട്ട് അന്ന് മുതൽ കുറേ കോണ്ടന്റ് റൈറ്റർ ഓപ്പണിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ വെറുതെ ട്രൈ ചെയ്യുന്നു. കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിലും എനിക്കതിനെക്കുറിച്ച് പ്രൊഫഷണൽ സൈഡൊന്നും അറിയില്ലായിരുന്നു. അന്ന് മുതലേ നോട്ടിട്ട് വെച്ചതാണ്. പിന്നെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോണ്ട് ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആയിരുന്നു റിസ്വാൻ ആൻഡ് ഹാരിസൺ കോ കമ്മിങ് ടുഗെദർ. ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പോസ്റ്റർ വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് റിസ്വാൻഖാനെ ടെക്സ്റ്റ് ചെയ്തതൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ബാച്ച് 1 തുടങ്ങി. ബാച്ച് 2 ആയപ്പോൾ ഞാൻ ഹാദിനെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഹാദി ഫീസ് എങ്ങനെയാണ്, ചിലപ്പോൾ ഫീസ് ആയിരിക്കും പ്രശ്നം. എനിക്ക് ചില സമയത്ത് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും പാക്കേജസും കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബാച്ച് 1, 2, 3 ഒക്കെ മിസ്സായി. ലാസ്റ്റ് എനിക്ക് അഡ്മിഷൻ എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ബാച്ച് 40 ഹാരിസൺ പഠിക്കുകയാണെങ്കിൽ ഹാരിസൺ കോന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഹാരിസൺ കോല് വരണം എന്നത് അത്രയും ആഗ്രഹിച്ചിട്ട് ഹാരിസൺ കോല് വന്ന ഒരാളാണ് ഞാൻ. ചിലപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഹാരിസൺ കോന്റെ സെയിൽസിൽ ഏറ്റവും എളുപ്പത്തിൽ സെയിൽ നടന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഞാൻ. കാരണം അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് സീറ്റ് വേണം, കൺഫേം ആണ്, എനിക്ക് ഹാരിസൺ കോനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, സെയിൽസ് പേഴ്സൺ എന്നോട് ഒന്നും പറഞ്ഞു തരേണ്ടി പോലും വന്നിട്ടില്ല. ആൻഡ് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട്
ജൂണിലാണ് തോന്നുന്നു ഞാനിവിടെ ജോയിൻ ചെയ്തത്. ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തത്. ആൻഡ് പുതിയ സ്പേസിൻ്റെ ഇനാഗുറേഷനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് മുതലേ ഓക്കെ എന്നാൽ ഇനി കോഴ്സ് എടുക്കുന്ന സമയത്ത് ലെറ്റ് മീ ബി പാർട്ട് ഓഫ് ദിസ്. കാരണം അക്കാഡമിയും ഏജൻസിയും ഒക്കെ കൂടെ സിങ്കായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായി. അങ്ങനെ തേടി പിടിച്ചു വന്നതാണ് ഹാരിസൺ കോ. ഹാരിസൺ കോയിലേക്കുള്ള എൻ്റെ വരവ് ജീവിതത്തിലൊരു പുതിയ ഫേസ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ആൾക്കാരും കൊണ്ടുപോകുന്നു ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവരാനൊന്നും മെനക്കെട്ടില്ല. പുതിയ മനുഷ്യർ, പുതിയ അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ, ഇതായിരുന്നു എൻ്റെ മോട്ടോ. പ്രതീക്ഷ പോലെ തന്നെ ഞാൻ വന്ന് കയറിയ ക്ലാസ്സിൽ 32 വെറൈറ്റി മനുഷ്യന്മാർ, പല സ്ഥലങ്ങളിൽ നിന്ന്, പല ഏജ് ഗ്രൂപ്പ്, പല ബാക്ക്ഗ്രൗണ്ട്, പല ഇൻട്രസ്റ്റുകൾ, അങ്ങനെ ഒരു ആകെപ്പാടൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് റൈറ്റിംഗ് ആയിരുന്നു. 3-ാം വയസ്സിൽ തന്നെ പുസ്തകങ്ങളോട് കൂട്ടുകൂടി ഞാൻ കോണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ കേട്ടെ. ഏതൊരു പോയിന്റിൽ ഐ വാസ് ഡ്രെയിനിങ് ഔട്ട്. ഞാൻ ഇതല്ല എക്സ്പെക്ട് ചെയ്തേ, കുറച്ചുകൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്തോ എന്നുള്ളൊരു തോട്ട്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ഭയങ്കര കൺസേൺഡ് ആയി തുടങ്ങി. ഞാൻ എൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് എനിക്ക് മാക്സിമം ഇവിടുന്ന് കിട്ടണം എന്നുള്ളത് ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ അറിയില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് തിങ് ആ ഒരു കാരണം കൊണ്ടാണ് ഉണ്ടായത്. ഹാരിസൺ കോ UAE സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കിടന്ന് ഓടുന്ന സമയമാണ്. അപ്പം ഇവിടെ എല്ലാവരും പലതരം ഷെഡ്യൂൾസിൽ പലതരം റെസ്പോൺസിബിലിറ്റിയിൽ ഓടുന്ന സമയത്തായിട്ട് ഒരു ദിവസം ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയപ്പോൾ ഹാരിസ്കക്ക് മെസ്സേജ്, ഹാരിസ്ക എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹാരിസ്ക ഫ്രീ ആകുമ്പോൾ, പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഒന്ന് പറയണേ. അവിടെ എന്നെ ഷോക്ക് ചെയ്യിപ്പിച്ച സാധനം എന്താ വെച്ചാൽ അത്രയും തിരക്കുള്ള ആ മനുഷ്യന് അന്ന് തന്നെ വൈകുന്നേരം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഹാരിസ്ക കുഴപ്പമില്ല, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് എന്താ പറയുക നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഹാരിസ്ക വാസ് ലൈക്ക് ജന്ന അപ്രിസിയേഷൻസ് കുഡ് വെയിറ്റ്, പക്ഷേ ക്രിറ്റിസിസംസ് കാണുന്നു പറഞ്ഞപ്പം എനിക്ക് ആ മനുഷ്യനോടുള്ള ബഹുമാനം ഉണ്ടല്ലോ. ബിക്കോസ് ഒരാൾ എന്താ നമ്മളൊരു സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അത്രയും ബിസി ആയുള്ള സ്കെഡ്യൂളിൽ നിന്ന് അതിന് വേണ്ടി ടൈം മാറ്റി വെക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അപ്പം തന്നെ എൻ്റെ പകുതി പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടായി. പിന്നീട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ ഇരുന്ന് നോട്ട് എഴുതിയെടുത്ത് ഇനി എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തപ്പം ഞാൻ ഒരുപാട് ബെറ്ററായി. ആൻഡ് ദ ബെസ്റ്റ് തിങ് വാസ് നെക്സ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട ചേഞ്ചസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായി. അപ്പം ക്രിറ്റിസിസംസ് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എടുത്തൊരാളായതുകൊണ്ട് എനിക്ക് ഹാരിസൺ കോയിൽ ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് തിങ് അതാണ്. ഇപ്പം ഒരു ആൾ ഫീഡ്ബാക്ക് എടുത്തു, അവരത് ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്, അവർ പുതിയ കാര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്കും ഓക്കെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും, നമ്മൾ പഠിക്കും. നമുക്ക് പിന്നെ വേറെ സാധനം വെച്ചാൽ ഇവിടെ എത്ര ചോദിച്ചാലും ലൈക്ക് ഫീഡ് ചെയ്യാറില്ല. നമ്മൾ എത്ര ചോദിക്കുന്നോ അത്രയും കൂടുതൽ അവർ തരും. സ്പൂൺ ഫീഡിങ് ഇല്ല, കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൊത്തമായിട്ട് പഠിപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. പക്ഷേ നമ്മളൊരു സാധനം എക്സ്ട്രാ അറിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ക്ലയൻറ്റിൻ്റെ കേസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ഹാരിസൺ കോ നമ്മുടെ ഏജൻസി പോലെയുള്ളൊരു വൈബാണ്. കാരണം നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും നമുക്ക് ആളുണ്ട്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. അപ്പം ഇനിയിപ്പോൾ ഹാരിസൺ കോ അക്കാഡമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധനം അതാണ്. അതർ തിങ് ഈസ് മെൻറ്റേഴ്സിൽ എടുത്തു പറയുകയാണെങ്കിൽ 3 പേരാണുള്ളത്. അതിൽ ഫസ്റ്റ് പേഴ്സൺ ലാസിമാണ്. ചിലപ്പോൾ ലാസിമിന് പോലും അറിയണ്ടാവില്ല ലാസിം എൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ലാസിമ് ഞങ്ങളുടെ കോണ്ടന്റ് റൈറ്റിംഗ് മെൻറ്ററാണ്. ലാസിമ് കോണ്ടന്റിൻ്റെ കുറേ ഏരിയാസ് ഒക്കെ പറഞ്ഞ സമയത്തും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ലാസിമ് ചെയ്ത ബെസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ കോണ്ടന്റ് റൈറ്റിംഗ് ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഹി സ്പോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റീസ്. എന്നിട്ട് ലാസിമ് കുറേ റാൻഡം കമ്മ്യൂണിറ്റീസിൻ്റെ ലിങ്ക്സ് നമ്മൾ ഗ്രൂപ്പിലിട്ടു. ദാറ്റ് വാസ് ടേണിംഗ് പോയിന്റ് ടു മൈ ലൈഫ്. ഒരു പുതിയ ഫേസ് ഇൻ ദ മാർക്കറ്റിംഗ് ഫീൽഡ്. കാരണം അത്രയും കാലം ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ടായി, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചുകൂടെ വേർത്തിയായ കണക്ഷൻസ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഇട്ട ഒരു ലിങ്കാണ് ഇകോം ഷോന്റെ ഗ്രൂപ്പ്. അന്നത് ഓപ്പൺ ഗ്രൂപ്പാണ്. ഇപ്പം അതൊരു പെയ്ഡ് കമ്മ്യൂണിറ്റി വെർ പീപ്പിൾ ആർ വെയിറ്റിംഗ്. അന്ന് ഞാൻ അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഐ ഹാഡ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് ഷാൻ. ഞാൻ ഇകോം ഷോന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യും. എനിക്ക് തീരെ അറിയാത്ത കുറേ കാര്യങ്ങൾ, പോഡ്കാസ്റ്റിന്റെ പിന്നിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ ഒരുപാട് ലേണിങ്സ് ഉണ്ടായ ഒരു ടീമാണ് ഇകോം ഷോ. അതിലേക്കുള്ള എൻ്റെ ഒരു ലീഡിങ് പേഴ്സൺ ലാസിമായിരുന്നു. അവിടുന്ന് ആ ഇകോം ഷോ വഴി ഞാൻ കണ്ടെത്തിയ മനുഷ്യന്മാർ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോഴും ഞാൻ ഇകോം ഷോയിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായതിൻ്റെ പ്രിവിലേജ് അനുഭവിക്കുന്നത്. അതുമാത്രമല്ല SEO കമ്മ്യൂണിറ്റി കേരള, പിന്നെ ഡിജിറ്റൽ ഹബ്ബ്, അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ അതുവഴി ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പല ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ കുറേ വർക്ക്ഷോപ്സിന് സെലക്റ്റഡ് ആയത്. അത്രയും ഹൈ പൊട്ടൻഷ്യലുള്ള വർക്ക്ഷോപ്സിൽ ഞാൻ കുറേ കമ്മ്യൂണിറ്റീസിൻ്റെ പാർട്ടായത് കൊണ്ട് മാത്രം എനിക്ക് ഫ്രീ ആയിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. കുറേ ആൾക്കാരുടെ ലേണിങ്സ് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പം ചിലപ്പോൾ ലാസിം വന്ന് ക്ലാസ് എടുത്ത് ലാസിം അങ്ങ് പോയിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ലാസിമിൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസാണ്. ഞാൻ ഇപ്പം ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും എനിക്ക് കുറേ കാര്യങ്ങൾ ആക്സസിബിളാണ്. ഇതിനൊക്കെ ഒരു തുടക്കം എന്ന് വെച്ചാൽ ഒരു റാൻഡം ഗ്രൂപ്പ് ലിങ്കാണ്.
അന്നാളത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ സൈഡായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിന്നുണ്ടാവും. ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യലുണ്ടാവില്ല. ലാസിനോട് ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. കാരണം ആൾ വെരി ഡൗൺ ടു എർത്ത് ഹ്യൂമൻ ആണ്. ആൻഡ് ഹി ഹാഡ് ഹെൽപ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ വരുന്നത് ഉമേറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാരിസൺ കോന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ക്ലയൻറ്റിനെ പിച്ച് ചെയ്യാം. എൻ്റെ ഓർമ്മയിൽ ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹാരിസൺ കോലെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഡൗട്ട് ചോദിക്കാൻ പേടിയില്ല, കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പേടിയില്ല, അവരെന്തിനും മുന്നിട്ടിറങ്ങും. അത് എവിടുന്ന് വരുന്ന ധൈര്യമാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ആള് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. നമ്മളിവിടുന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഫീച്ചർ ഇതാണ്, അവർക്ക് എന്തിനും ധൈര്യമുണ്ട്. ആ ധൈര്യം പലർക്കും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കാളും ഒരുപാട് കഴിവുള്ള അല്ലെങ്കിൽ നോളജുള്ള കുറേ ആൾക്കാരുണ്ടായി, പക്ഷേ എവിടെ പോയാലും ഹാരിസൺ കോലെ കുട്ടികൾ എടുത്തു നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനുള്ളൊരു കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ നമുക്കിവിടെ എന്തോ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫസ്റ്റ് മന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് പോലും കംപ്ലീറ്റ് ആവേണ്ടേ ഞാനൊരു ക്ലയൻറ്റിനെ പിച്ച് ചെയ്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഷാൻ എന്ന് പറഞ്ഞുള്ള ഫ്രണ്ട് ഉണ്ടായി. അതും കുറേ പ്രായമുള്ള മാർക്കറ്റിങ്ങിലൊക്കെ വലിയ അറിവുള്ള 2 ആൾക്കാരുടെ ബ്രാൻഡിനെ പിച്ച് ചെയ്യാൻ ഞങ്ങൾ ആ ധൈര്യം കാണിച്ചത്. നമുക്കിവിടെ എന്ത് ട്രൈ ചെയ്താലും നമുക്ക് പുറകിൽ ആളുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻ്റെ ഒരു കരിയർ ജേണിയിലാണെങ്കിലും ഒരു ലേണിംഗ് ജേണിയിലാണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് ഉമേർ. ഞങ്ങളുടെ വർക്ക്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും കണ്ടിട്ട് ഹാരിസൺ കോനെ കുറിച്ച് ചോദിച്ച ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സ്പൂൺ ഫീഡിങ് എക്സ്പെക്ട് ചെയ്ത് അവിടെ വരണ്ട. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, മുന്നോട്ട് നിൽക്കണം എന്നുള്ള അല്ലെങ്കിൽ ചലഞ്ചസിനെ ടേക്ക് ഓവർ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ മാത്രം ചൂസ് ഹാക്കർ. ഈ ഒരു സ്പേസ് എന്നെ ഒരുപാട് ഇവോൾവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാക്കർ ഫോർ ദാറ്റ്.